റിയ ബേബി തുടരുന്നുണ്ട്. റിയ, നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനകൾക്കായി എത്തിയിരുന്നല്ലോ. ഇപ്പോൾ അവരുടെ പരിശോധന നടക്കുന്നത് കസ്റ്റംസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായ ഒരു പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടോ? മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൂടി എളംകുളത്തെ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ നേരിട്ടെത്തി പരിശോധിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മാത്രം പ്രതികരണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ ഏതാണ്ട് രാവിലെ 10 മണിയോടുകൂടി തന്നെ എളംകുളത്തെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് സംഘങ്ങളും, കസ്റ്റംസിന്റെയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ എളംകുളത്തെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇത് കസ്റ്റംസിന്റെ പരിശോധന അറിഞ്ഞു വന്നതല്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന് തന്നെ അറിയിച്ചത് കൊണ്ടുള്ള ഒരു പരിശോധനയാണ്. മറ്റു വിവരങ്ങളൊക്കെ പരിശോധനയ്ക്ക് ശേഷം പറയാമെന്നതുമാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയത്. സമാന്തരമായി തന്നെ പനമ്പള്ളി നഗറിലെ ഗ്യാരേജ്, മമ്മൂട്ടിയുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ വാഹനങ്ങൾ, അതായത് ഇത്തരത്തിൽ അനധികൃതമായി കള്ളക്കടത്ത് വഴി എത്തിച്ച വാഹനങ്ങൾ ഇവരുടെ കൈവശമുണ്ടോ എന്ന് തന്നെയാണ് കസ്റ്റംസ് സംഘം പരിശോധിക്കുന്നത്. അങ്ങനെ വാഹനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. നിലവിൽ കസ്റ്റംസ് സംഘം അടക്കം വ്യക്തമാക്കുന്നത് വലിയൊരു റാക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇടനിലക്കാർ, വലിയൊരു സംഘം തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ അനധികൃതമായി നികുതി വെട്ടിപ്പടക്കം നടത്തി 15ഓളം നിയമങ്ങളുടെ ലംഘനം നടത്തി വ്യാജ രജിസ്ട്രേഷൻ അടക്കം നടത്തി ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത് ഏത് രീതിയിലാണ് ഇവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്, അതിൽ ഏതു തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നിട്ടുള്ളത്, നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള വിശദമായ പരിശോധനകളാണ് കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം ഈ വാഹനം കൈവശം വെച്ചിരിക്കുന്ന ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികളിലേക്ക് കടക്കും. ഇനി അതല്ല, ഇവരുടെ അറിവോടെ അല്ലെങ്കിലും ഈ വാഹനം ഇവരുടെ കൈവശം ഉണ്ടെങ്കിൽ ആ വാഹനം പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് കടക്കും. ആ വാഹനം പിടിച്ചെടുത്താൽ ഒരു പക്ഷേ ഈ വെട്ടിച്ച നികുതി അടക്കം വാഹന ഉടമകളായിരിക്കും അടയ്ക്കേണ്ടി വരിക എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇടനിലക്കാർ വലിയ രീതിയിൽ കേരളത്തിലേക്ക് ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. വ്യവസായികളും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും കേന്ദ്രീകരിച്ചാണ് ഈ വാഹനങ്ങൾ വ്യാപകമായി എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതാനും മാസങ്ങളായി കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളും പരിശോധനകളും നടത്തി വരികയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എളംകുളത്തെയും പനമ്പള്ളി നഗറിലെയും ദുൽഖറിന്റെ വീട്ടിൽ, അതോടൊപ്പം തന്നെ നേരത്തെ പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ വാഹനം, അവർ വിചാരിച്ച ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഘം അവിടെ നിന്ന് മടങ്ങി എന്നതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ചില കാർ ഷോറൂമുകളിലും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലുണ്ട്, കൂടുതൽ കാറുകൾ ഇനിയും വിൽപ്പനയ്ക്കായി കേരളത്തിലുണ്ട് എന്ന് കരുതേണ്ടി വരുമോ? ഈ കൊണ്ടുവന്ന കാറുകളിൽ പലതും ഷോറൂമുകളിലുണ്ട്. അതെ, അങ്ങനെ ഒരു സൂചന കൂടിയാണ് കസ്റ്റംസിനുള്ളത്. അതുകൊണ്ട് തന്നെ 2 ഷോറൂമുകളിൽ കൂടി, എറണാകുളത്തടക്കമുള്ള 2 ഷോറൂമുകളിൽ കൂടി കസ്റ്റംസിന്റെ സംഘം എത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടക്കുന്നുണ്ട്. ഈ സംഘങ്ങൾ വിൽപ്പന നടത്താത്ത ചില വാഹനങ്ങൾ ഈ ഷോറൂമുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ അത്തരത്തിലൊരു വാഹനം കസ്റ്റംസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ തന്നെ ചില ഷോറൂമുകളിൽ കൂടി കസ്റ്റംസിന്റെ സംഘം പരിശോധന നടത്തുന്നത്. എന്തായാലും വ്യാപകമായ ഒരു പരിശോധനയിലേക്കാണ് കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം കടന്നിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി അവർ പരിശോധിക്കുന്നുണ്ട്. ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ എന്ന വ്യാജേനെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പുതിയ വാഹനങ്ങൾ കൂടി അതിന്റെ മറവിൽ എത്തിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി അവർ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ നികുതി അടക്കം 100% മുകളിൽ നികുതി, അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ചാർജ്, ഇൻഷുറൻസ് തുക, അങ്ങനെ വലിയ തുക നൽകിയാൽ മാത്രമേ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പുതിയ വാഹനം ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് അടക്കം എത്തിക്കാൻ കഴിയുകയുള്ളൂ. അതൊക്കെ വെട്ടിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് ഈ ഇടനിലക്കാരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട് എന്നത് കുറെ കൂടി വലുതാണ് എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ റിയ ബേബി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്ന പുതിയ വിവരം പങ്കുവയ്ക്കുന്നത്.